നമുക്ക് കുറച്ച് മുളകച്ചാർ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നല്ല ചുവന്ന വലിയ ഇനം മുളകാണ് ഇത്. വലുതാണെന്നേ ഉള്ളൂ, എരിവ് അത്രയില്ല. ഇത് അച്ചാറിടാനാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഈ മുളക് നല്ലപോലെ കഴുകി വെള്ളമൊന്നുമില്ലാതെ തുടച്ചെടുത്തിട്ട് നടുവിലൂടെ ഒന്ന് കീറി വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ആക്കി ഒരു 2 ദിവസം നല്ലപോലെ വെയിലത്ത് വെച്ച് ഇതിൻ്റെ ജലാംശം മാറ്റിയെടുക്കണം. ഇനി ഈ അച്ചാർ ഇടുന്നത് ഞാനല്ല, മാതാജിയാണ്. കടുകെണ്ണയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. കടുകെണ്ണ ചൂടാകുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ കടുകെണ്ണയിൽ മാത്രമേ ഇവിടെയുള്ളവർ അച്ചാർ ഉണ്ടാക്കാറുള്ളൂ. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കണം. നല്ലപോലെ ചൂടായ എണ്ണയുടെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് അച്ചാർ മസാല എടുത്ത് അതിലേക്ക് അംചൂർ പൗഡർ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഉണങ്ങിയ മാങ്ങ പൊടിച്ച് പൗഡർ രൂപത്തിലായി എടുക്കുന്നതാണ് അംചൂർ പൗഡർ. ഇനി എണ്ണ തണുത്ത് ചെറു ചൂടുള്ളപ്പോൾ ഈ മസാല എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചേക്കണം. അത് ലാസ്റ്റ് ആവശ്യമുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത മസാല ഓരോ മുളകിനകത്തും നല്ലപോലെ നിറച്ചെടുക്കണം. ഈ സമയത്തൊന്നും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും അവിടെ പാടില്ല. ഈ അച്ചാർ കൂടുതലായും ഇവിടെ പറാത്തയുടെയും റൊട്ടിയുടെയൊക്കെ കൂടെയാണ് കഴിക്കാറുള്ളത്. ഇനി ഈ നിറച്ച് വെച്ച മുളകിനെ ഒരു ദിവസം കൂടെ നല്ലപോലെ വെയിലിൽ കാണിക്കണം. എന്നിട്ടൊരു കുപ്പിയിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണ ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അടച്ചു വെക്കണം. എന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഒരു 15 ദിവസം കഴിഞ്ഞ് ഇതെങ്ങനെയുണ്ടെന്ന് പറയാമേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.